നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളുടെയും മുന്നേറിയ മലയാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹമാകെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഈ ജനവിഭാഗത്തെയാണ്, ഈ സ്ത്രീകളെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി അപമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ശാക്തീകരിച്ച മലയാളി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളെയും കേരളത്തിൽ പൊതുസമൂഹവും സ്ത്രീകൾ പ്രത്യേകിച്ചും അനുവദിക്കില്ല എന്ന ഉറച്ച ധാരണയാണ് എനിക്കുള്ളത്. മന്ത്രിയുടെ പുരുഷ മേധാവിത്വ ചിന്തയിൽ നിന്നാണ് സ്ത്രീകൾക്ക് എന്തോ ഔദാര്യം നൽകുന്നു എന്ന നിലയിലുള്ള ഈ പരാമർശങ്ങൾ വരുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അധികാരത്തിലെത്തിയപ്പോൾ അത് ഓർഡിനറിയിലേക്ക് മാത്രമായി ചുരുക്കി. അതൊരു വഞ്ചനയായിരുന്നു. ആദ്യം തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്കെല്ലാം ഇനി പരമസുഖമായി എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു അമ്പലത്തിലേക്ക് പോകാൻ, തീർത്ഥാടനത്തിന് വളരെ ദൂരത്തേക്ക് പോകാനുള്ള സൗകര്യമായി എന്നാണ് അന്ന് പറഞ്ഞത്. അതാണ് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കിയത്. പാവപ്പെട്ടയാളായി സ്ത്രീകൾ അഭിനയിച്ച് കാട്ടുകയാണ് എന്ന് മന്ത്രി അധിക്ഷേപിക്കുകയാണ്. മാത്രമല്ല, ഇവർക്ക് എന്തോ ഔദാര്യം നൽകുന്ന എന്ന നിലയിൽ ഈ യാത്രയെ ഗതാഗത വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ യാത്രയുടെ പണം കണ്ടെത്തുന്നത് എന്ന കാര്യം മന്ത്രി മറക്കാൻ പാടില്ല. ഏതെങ്കിലും സ്ത്രീ അപേക്ഷിച്ചിട്ടാണോ ഈ സൗജന്യം നൽകുന്നത്? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി UDF നൽകിയ വാഗ്ദാനമല്ലേ? എന്നിട്ടും എന്തിനാണ് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നവർക്കെതിരായി സർക്കാർ അവരെ അവമാനിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ വീട്ടമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു 1000 ഉറുപ്പിക സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന പദ്ധതി. ആ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ പദ്ധതിയിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം യഥാർത്ഥത്തിൽ 31.39 ലക്ഷം ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. 16 ലക്ഷം ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാധ്യത ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഏറ്റെടുത്ത ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാമോഹം ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ആദ്യത്തെ അട്ടിമറിയായിരുന്നു ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കി. ഇപ്പോഴും ഓർഡിനറി ബസ്സിലേക്ക് കയറുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പരസ്യപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരായിട്ട് കേരളത്തിൽ അതിശക്തിയായ ജനാധിപത്യ ശക്തികളുടെ, അത് ഞാൻ സ്ത്രീകളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് മന്ത്രിയുടെ പരാമർശം. അത് വളരെ രസകരമായ ഒന്നാണ്. ആളുകൾ ആശുപത്രിയുടെ വരാന്തയിൽ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ആശുപത്രിയുടെ വരാന്തയിലാണോ ചികിത്സ നടക്കുന്നത്? എല്ലാം ഒരു തരം അപമാനം സൃഷ്ടിക്കുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം സ്വകാര്യ മേഖലക്ക് തീരെഴുതി കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ വക്താക്കളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, PM ശ്രീ പദ്ധതിയിൽ മാറ്റമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം എന്താണ് വ്യക്തമാക്കുന്നത്? അത് നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ്. രാജ്യസഭയിൽ ലീഗ് MP ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ കരാറിൽ നിന്നും പിന്മാറാം എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നത് നമ്മളെല്ലാം വായിച്ചതാണ്, കണ്ടതാണ്. ഇത് പകൽ വെളിച്ചം പോലെ മുഴുവൻ ആൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് ശേഷം തെറ്റായ ന്യായങ്ങൾ പറഞ്ഞ് പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് കൗൺസിലർ സുഗതന്റെ അവധി അത് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ നൽകിയ നിയമവിരുദ്ധമായ കത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. തദ്ദേശ വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേൽ
എല്ലാ കുറ്റങ്ങളും ചുമത്തി വിഷയം അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ഗവൺമെന്റ് വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടായപ്പോൾ ഈ ഗവൺമെന്റ്, വി ഡി സതീശൻ ഗവൺമെന്റ്, BJPയുടെ അവർക്കാകെയുള്ള ഒരു കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താൻ വഴിവിട്ട നിലയിൽ പിന്തുണ നൽകുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭര വകുപ്പ് മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, ഇവരെല്ലാം മാറ്റി നിർത്തി ഈ വിഷയത്തിൽ നിന്ന് അവരെയെല്ലാം ഒഴിവാക്കി ഒരാളുടെ പേരിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേലെ കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കത്ത് അയച്ച ആളുകൾക്കെതിരെ പോലും നടപടി ഇല്ല. അത് കത്തയച്ചത് ആഭ്യന്തര വകുപ്പാണ്. നടപടി വന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർ സെക്രട്ടറിക്ക് നേരെയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ നിർദ്ദേശം ലഭിക്കാതെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് ആരും കരുതുന്നില്ല. അപ്പൊ ഇവർക്കെല്ലാമുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് ഉറപ്പിക്കാനുള്ള നടപടികളാണ് UDF സർക്കാർ സ്വീകരിച്ച് വരുന്നത്. ഇതേപോലെ തന്നെയാണ് TG മോഹൻദാസിന്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഉണ്ടായത്. ആദ്യം കേസെടുക്കാൻ തന്നെ തയ്യാറായില്ല, പിന്നീട് കേസെടുത്തതിന് ശേഷവും ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നതിന് ശേഷമാണ് കേസെടുത്തതെങ്കിലും കേസിന്റെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അറസ്റ്റോ മറ്റു നിലപാടുകളോ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ നടപടികൾ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് സംഘപരിവാറിന് കീഴടങ്ങിയ സമീപനത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. BJPക്ക് സമീപ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നടന്ന, ജന്തർ മന്ദിറിൽ നടന്ന യുവജന വിദ്യാർത്ഥി സമരത്തിന് ശേഷം 30 കൊല്ലമായി BJP ജയിച്ചു വരുന്ന സീറ്റാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് BJP തോറ്റത്. എന്ന് പറഞ്ഞാൽ 12 വർഷക്കാലത്തിന് ശേഷം BJPയെ തോൽപ്പിക്കാനാവുമെന്ന ശക്തിയായ സന്ദേശം രാജ്യവ്യാപകമായി ഒരേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു പരാജയമായിട്ടാണ് 30 കൊല്ലത്തെ BJP വിജയിച്ച മണ്ഡലം തോറ്റു എന്ന കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള നയത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗം BJPക്കെതിരായ വലിയ പ്രതിഷേധം, അതിന്റെ പ്രതിഫലനമാണ് ഈ ബങ്കിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് കാണാൻ നമുക്ക് സാധിക്കും. BJPയുടെ പരാജയം. നരേന്ദ്രമോദി ഏത് പട്ടിയെയോ പൂച്ചയെയോ നിർത്തിയാൽ വിജയിക്കുമെന്നാണ് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ഈ മണ്ഡലത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോ ബങ്കിപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആരെയാണോ തീരുമാനിക്കുന്നത് അതിന്റെ ഉദാഹരണമായിട്ടാണ്. പട്ടിയോ പൂച്ചയോ നിർത്തിയാൽ വിജയിക്കുന്ന മണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും BJP തോറ്റത്. അപ്പോൾ സ്വാഭാവികമായി BJPക്കെതിരായ നല്ല രീതിയിലുള്ള മുന്നേറ്റം രാജ്യവ്യാപകമായിട്ട് രൂപപ്പെട്ടു വരുന്നു. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളിലും മറ്റു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള, കൃഷിക്കാർ ഉൾപ്പെടെയുള്ള മേഖലയിലും എന്നുള്ള ഉദാഹരണങ്ങളായിട്ടാണ് ഇത് കാണാൻ കഴിയും. അപ്പോൾ BJPക്ക് എന്താണ് ബദൽ എന്നതിന് ജനകീയമായ മുന്നേറ്റം തന്നെയാണ് ബദൽ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിധി കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഈ രഹസ്യമായിട്ടുള്ള നിക്ഷേപകരുടെ ഒരു സംഗമത്തിൽ അദ്ദേഹം സംസാരിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. നിക്ഷേപകരെ കാണാൻ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അത് പറഞ്ഞാൽ ആ നിക്ഷേപം തന്നെ വിവാദത്തിലേക്കാവുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഈ നിക്ഷേപകരെ രഹസ്യമായി കാണുന്ന രീതി സർക്കാരിന്റെ ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാം. പകൽ വെളിച്ചം പോലെയല്ലേ അവരുടെ പ്രത്യേക സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിട്ടല്ലേ അവരുമായി ചർച്ച ചെയ്തത്. കൊച്ചിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സമ്മേളനത്തിലൂടെയാണ് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക നിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഓഫർ നമ്മൾ ശേഖരിച്ചത്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കളവ് പറയുകയാണ്. അങ്ങനെ ഒരു ആരെയെങ്കിലും കണ്ടതായിട്ടുള്ള ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. എന്നിട്ട് ആരാണെന്ന് പറയുന്നുമില്ല. ഇനി പറഞ്ഞാൽ നിക്ഷേപം പോയി പോകുന്നതാണ് പോലെ. അതിന് യാതൊരു അടിസ്ഥാനമില്ലാത്ത തെറ്റായ പ്രചാരവേല മാത്രമാണത്.
അതും വേറൊരു കളവാണ്. അത് കൂടുതൽ പറയുന്നതല്ല. ഇനിയിപ്പം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ കൂടുതൽ പറയിപ്പിക്കരുത്. അദ്ദേഹം നന്നായിട്ട് പറയാവേണ്ടേ. എന്തിനാണ് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കുന്നത്? 2017 ഡിസംബർ ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രശ്നം പറയുന്നത്. 2017 ഡിസംബർ 26 അന്ന് സഖാവ് പിണറായി CPM-ന്റെ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിലാണ് ഉണ്ടായിരുന്നത്. തൃപ്പയാർ എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂർ. അപ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഘം കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തി. ഓഖി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭമാണ്. ആ ഓഖി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സംഘം തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് വരികയാണ് ചെയ്തത്. സമ്മേളനത്തിന് പോവുകയല്ല ചെയ്തത്. അവിടെ അടിയന്തരമായിട്ടും ഔദ്യോഗികമായ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിൽ തന്നെയുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇതിനെയാണ് വളച്ചു കെട്ടി തെറ്റായി, ഞാൻ അങ്ങനെ പറഞ്ഞു കളയണ്ട, പറഞ്ഞാലെന്തോ ഭയങ്കരമായ അപകടം സംഭവിക്കുന്നത്. ഒരു അപകടവുമില്ല, പറയുന്നതാണ് നല്ലത്. സത്യസന്ധമായിട്ട് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് വന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് അത് ഓഖി ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ആ ചെലവ് നിർവഹിച്ചത് എന്നാണ്. അത് പിന്നീട് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കി, അത് GAD-യുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ യാത്രയായിട്ട് ഒരു മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആ തെറ്റായ പ്രചാരവേലയാണ് യഥാർത്ഥത്തിൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് എന്ന കാര്യമാണ് പറയാനുള്ളത്. അല്ല, ആദ്യത്തേതല്ല, അത് തിരുത്തില്ല ഇത്. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. അക്കൗണ്ട് ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. ഞാൻ അവസാനം പറഞ്ഞത് GAD ഫണ്ടിൽ നിന്ന് തന്നെ മാറ്റി തന്നെയാണ് കേട്ടാ. GAD ഫണ്ട് തന്നെ പിന്നീട് കൊടുത്തു. പിന്നീട് നിങ്ങൾ ആദ്യത്തേത് മാത്രം കാണണ്ട, രണ്ടാമത്തെ കൂടി കണ്ടോ? രണ്ടും കൂടി കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും കേന്ദ്രീകരിച്ച് നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ നല്ല നിലയിലുള്ള ഒരു ഇടപെടൽ നടത്തണം. കാരണം നമ്മൾ നേരിട്ട് പോകുമ്പോഴാണ് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാകുന്നത്. ഓരോ ക്യാമ്പിലും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. ആ ക്യാമ്പിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അതിപ്പോൾ ഗവൺമെന്റിനെ ആശ്രയിച്ച് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ 15 ലക്ഷത്തിലധികം ആളുകൾ ഈ പറയുന്ന രീതിയിൽ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഈ കേരളത്തിലെ ഒന്നടങ്കം മനുഷ്യരാണല്ലോ അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അതൊക്കെ ഇപ്പോഴും ചെയ്യും. പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല. അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടലില്ലായ്മയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ ഇതെല്ലാം നൽകാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. കടന്നുറങ്ങുന്നതിന് വേണ്ടിയുള്ള പായ കൊടുക്കുന്നതിന് എന്താ പ്രയാസം? അതൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇല്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമല്ല ശരിക്കും വരും, ഇനിയും വരും, വന്നിട്ടുമുണ്ട്. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരുന്നു, ഇനിയും വരും. ഇപ്പോഴും വന്നിട്ടുണ്ട്, ഇനിയും വരും. എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 5 ദിവസമായി. 5 ദിവസത്തിനിടയിൽ എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളത്. അല്ല, അദ്ദേഹം തന്നെ പ്രതികരിക്കണമെന്നില്ല, ഞങ്ങളെല്ലാം പ്രതികരിച്ചല്ലോ. ഇനിയും പ്രതികരിക്കാൻ ഇനി പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതികരിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതികരിക്കുകയും ചെയ്യാം. അതിലൊന്നും പ്രതികരിക്കുന്നതിന് ഇപ്പോഴും പ്രയാസം ഒന്നുമില്ല, നമുക്കെല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പത്രങ്ങൾ തന്നെ കൃത്യമായ രീതിയിൽ ഇപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജ് തന്നെ കേരളം ഉത്തരവാദി ആരാന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ ദുരിതത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയും അതുപോലെ തന്നെ മനോരമയും ഉൾപ്പെടെ മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒക്കെ കേരളത്തിന്റെ ഭാവി കണ്ടുകൊണ്ട് എഴുതുന്നതാണ് എന്ന് തന്നെയാണ് ധരിക്കേണ്ടത്. പക്ഷേ അതിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം, പ്രശ്നങ്ങളുണ്ടാവും, സങ്കീർണമായ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലുണ്ടാവും. പക്ഷേ അതിലിടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈ എടുക്കേണ്ടുന്ന മുഖ്യമന്ത്രി എടുക്കേണ്ടുന്ന മുൻകൈ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള
ആക്ഷേപമായിട്ട് വരുന്ന പ്രശ്നം. അല്ലാതെ നമുക്ക് പോലെ ഞാൻ ഇതിനകത്ത് വേറെ രാഷ്ട്രീയം കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയം കാണേണ്ടതില്ല. എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫലപ്രദമായിട്ട് നേരിടേണ്ടത്. നമ്മൾ കേരളത്തിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഈ കാര്യത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് പുറത്തു നോട്ടീസുകളായിട്ട് പ്രതികരിക്കേണ്ടതാണ്.